ഓൾറെഡി ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ ഗാലാക്ടസിനെ ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ കാലും തലയും പുള്ളിയുടെ ഷാഡോ ഒക്കെ വെച്ചിട്ട് പുള്ളിയെ ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ മുഖം ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ഇപ്പോൾ നമ്മുടെ ഗാലാക്ടസിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. ഇത് ഒഫീഷ്യലി തന്നെ മാർവൽ അവരുടെ ഫംഗോ പോപ്സ്, അതായത് മാർവൽ ഒരു പടം റിലീസ് ആവുന്നതിന് മുമ്പേ തന്നെ ആ പടത്തിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ടോയ്സ് ഇറക്കും. അങ്ങനെ ഒരുപാട് ടോയ്സ് പോസ്റ്റേഴ്സിലൊക്കെ കൂടി തന്നെ ഗാലാക്ടസിൻ്റെ ലുക്ക് ഓൾറെഡി റിവീൽ ആയി കഴിഞ്ഞു. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഗാലാക്ടസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ ഗാലാക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളീനെ ചിലപ്പോൾ ഒരു ഡൈനോസർ സൈസിലൊക്കെ ആയിരിക്കും ആ പടത്തിൻ്റെ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ആക്ച്വലി പുള്ളിയുടെ സൈസ് തന്നെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ട്രെയിലറിൽ ഭൂമിയിൽ ഒരു സിറ്റിയിൽ നടന്നു വരുന്ന പോലെയാണ് ഗാലാക്ടസിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഗാലാക്ടസ് വിചാരിക്കുകയാണെങ്കിൽ മൊത്തം ഭൂമിനെ തന്നെ ഒരു ലെഡ് പോലെ വയലിട്ടിട്ട് തിന്നിട്ട് വേണ്ടി പോകാൻ പറ്റൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഗാലാക്ടസ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ലുക്കിൽ നമ്മുടെ ഗാലാക്ടസിനെ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പുള്ളിനെ ഫസ്റ്റ് നമ്മുടെ ഭൂമിയിൽ വരുന്നതൊക്കെ ഇങ്ങനെ ആയിരിക്കും കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ പുറത്ത് ചുറ്റുള്ള ബ്ലാക്ക് ചിലപ്പോൾ പുള്ളി സ്പേസിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ എറ്റേണൽസ് പടത്തിൽ നമ്മുടെ ആ സെലസ്റ്റിയൽസ് ഒക്കെ ഭൂമിയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സെലസ്റ്റിയൽസിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഗാലാക്ടസ്. സോ അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, അതായത് 3-4 സെലസ്റ്റിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗാലാക്ടസുമായിട്ട് മിനിമം ഒരു ഫൈറ്റിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റുള്ളൂ. ഒരു സെലസ്റ്റിയലൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഗാലാക്ടസ് അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ഓൾറെഡി കോമിക്കിൽ നടന്നിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഗാലാക്ടസിൻ്റെ ലുക്കും കോമിക് ആക്യുറേറ്റ് ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കളർ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കോമിക്കിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടി പിങ്കിഷും ബ്ലൂയിഷും ഒക്കെ പുള്ളിയുടെ സ്യൂട്ടിൽ കൂടുതലായിരിക്കും. ഇതിൽ കുറച്ചുകൂടി ഒരു ഗ്രേ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കോമിക് ബുക്കിൽ പുള്ളിയുടെ മുഖം ഒരുപാട് വലിയ ചുരുക്കങ്ങളൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഒരു ഹ്യൂമൻ്റെ മുഖം പോലെ ഇരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൽ പുള്ളിയുടെ മുഖമൊക്കെ കുറച്ച് ചുളുക്കൊക്കെ വന്നിട്ടുള്ള പോലെ ഒരു ഓൾഡ് ബീയിങ്ങിനെ പോലെയാണ് പുള്ളിനെ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഗാലാക്ടസ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ബീയിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിയുടെ മുഖത്ത് അങ്ങനെ വയസ്സായിട്ട് ചുളുക്കം വന്നിട്ടുള്ള പോലെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ആക്ച്വലി വെറുതെ അങ്ങനെ പറയുന്നത് മാത്രമല്ല, ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിലും ഗാലാക്ടസ് ഇസ് റിയലി സൂപ്പർ ഓൾഡ്. പുള്ളി എത്രത്തോളം ഓൾഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർവൽ മൊത്തം മൾട്ടിവേഴ്സിനേക്കാളും ഓൾഡാണ്. അതായത് മൊത്തം MCU മാർവൽ യൂണിവേഴ്സ് തന്നെ ഉണ്ടാവുന്നതിന് മുമ്പ് ജനിച്ചിട്ടുള്ള ഒരാളാണ് ഈ നമ്മുടെ ഗാലാക്ടസ്. അതായത് ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഗാലാക്ടസിൻ്റെ ഒറിജിൻ കാണണം. ആ ഒറിജിൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി ഞാൻ ചുരുക്കി പറയാം. അതായത് മാർവൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഓരോരോ എറ്റേണിറ്റി ഓരോരോ ടൈമിനനുസരിച്ച് ചുരുങ്ങും, എക്സ്പാൻഡ് ചെയ്യും, വീണ്ടും ചുരുങ്ങും. അതായത് ഏതാണ്ട് 7 പ്രാവശ്യം നമ്മുടെ മാർവൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് ഡീകംപ്രഷൻ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമൽ യൂണിവേഴ്സ് ബിഗ് ബാങ്കിൽ നിന്നാണ് ക്രിയേറ്റ് ആയതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബാങ്കിന് ശേഷം മൊത്തം യൂണിവേഴ്സ് തന്നെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നോർമൽ യൂണിവേഴ്സ്. പക്ഷേ മാർവലിലേക്ക് വരുമ്പോൾ ആ യൂണിവേഴ്സ് ബിഗ് ബാങ്കിന് ശേഷം എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഒരു ഘട്ടം എത്തുമ്പോൾ ആ എക്സ്പാൻഷൻ നിർത്തും. അതിനുശേഷം വീണ്ടും ആ ഒരൊറ്റ സിംഗിൾ പോയിന്റിലേക്ക് മൊത്തം യൂണിവേഴ്സും ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെ ഏതാണ്ട് 7 തവണയോളം മാർവൽ യൂണിവേഴ്സ് അങ്ങനെ എക്സ്പാൻഡായി വീണ്ടും ചുരുങ്ങി വീണ്ടും എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ 7ാമത്തെ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഉള്ള നോർമൽ മാർവൽ യൂണിവേഴ്സിന് തൊട്ട് മുമ്പ് യൂണിവേഴ്സ് വീണ്ടും ചുരുങ്ങുന്ന ടൈമിൽ ആ യൂണിവേഴ്സിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഗാലൻ. പുള്ളി ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ യൂണിവേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ആ ഒരു യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഗാലൻ എന്ന് പറയുന്ന പുള്ളി. അങ്ങനെയാണ് പുള്ളി ഗാലാക്ടസ് ആയിട്ട് മാറുന്നത്. കോമിക്കിലേക്ക് വരുമ്പോൾ ഈ സ്റ്റോറി മൾട്ടിവേഴ്സിലായിരിക്കും. അതായത് ഓരോരോ യൂണിവേഴ്സുകളിലും ഓരോരോ ഗാലാക്ടസ് ഉള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മൂവീസിലേക്ക് വരുമ്പോൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തം മൾട്ടിവേഴ്സിന് കൂടിയിട്ട് തന്നെ ഒരൊറ്റ ഗാലാക്ടസ് ഉള്ളൂ എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സൊക്കെ ഈ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫാന്റാസ്റ്റിക് ഫോറിൽ ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഗാലാക്ടസ് ആണ് മൊത്തം MCU മാർവൽ മൾട്ടിവേഴ്സിൽ തന്നെ ഗാലാക്ടസ് ആയിട്ട് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതായത് പുള്ളിക്ക് വേരിയേഷൻസ് ഉണ്ടാവില്ല. അതായത് പുള്ളി ഒരു അബ്സല്യൂട്ട് ബീയിങ് ആയിരിക്കും. ഇപ്പം നമ്മുടെ അമേരിക്ക ചാവേഴ്സിന് എങ്ങനെയാണോ വേറെ വേരിയൻസ് ഒന്നും ഇല്ലാത്തത്, അതേപോലത്തെ ഒരു വേരിയൻ്റ് ആയിരിക്കും നമ്മുടെ ഈ ഗാലാക്ടസും. അങ്ങനെയുള്ള പുള്ളി ഇപ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് അടിച്ച് തകർക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടർ മാറ്റ് ഷാക്മാനെ സംബന്ധിച്ചിടത്തോളം മിക്ക ഗാലാക്ടസിൻ്റെ ഷോട്ട്സും പ്രാക്ടിക്കലായിട്ട് സൂട്ട് വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഗാലാക്ടസ് വലുതാവുന്നതും ചെറുതാവുന്നതൊക്കെ VFX വെച്ചിട്ടാണെങ്കിലും ഒട്ടുമിക്ക പുള്ളിനെ കാണിക്കുന്ന ഷോട്ട്സും VFX വെച്ചിട്ട് പുള്ളിനെ മേക്കപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഗാലാക്ടസ് ഇത്രയ്ക്ക് ഓൾഡായ ഒരാളായതുകൊണ്ട് തന്നെ സെലസ്റ്റിയൽസിനേക്കാളും മുമ്പേ ഉണ്ടായ ഒരാളാണ്. അതിന് മുമ്പ് യൂണിവേഴ്സിന് മുമ്പുണ്ടായ ഒരു യൂണിവേഴ്സിലുണ്ടായ ഒരാളാണ് നമ്മുടെ ഗാലാക്ടസ്. സോ പുള്ളിയാണ് സൂപ്പർ ഓൾഡ്. അങ്ങനെ പുള്ളി മൾട്ടിവേഴ്സ് തോറും ട്രാവൽ ചെയ്ത് നശിപ്പിക്കുകയാണോന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ പർട്ടിക്കുലർലി പുള്ളി ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിലാണുള്ളത്. പക്ഷേ പുള്ളി വന്നിരിക്കുന്നത് ആ എർത്തിനെ നശിപ്പിച്ച് അതിനെ അബ്സോർബ് ചെയ്തിട്ട് എനർജി അബ്സോർബ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല. പുള്ളി ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് പുള്ളിയുടെ ഒരു ഹെറാൾഡിന് വേണ്ടിയിട്ടാണ്.
ഇപ്പോഴത്തേക്ക് പുള്ളിയുടെ ഹെറാൾഡായിട്ടുള്ളത് ഷാലാബലാണ്, മീൻ നമ്മുടെ ഫീമെയിൽ സിൽവർ സർഫർ. പക്ഷേ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് മെയിൽ സിൽവർ സർഫർ, അതായത് നമ്മുടെ നോറിൻ റോഡാണ് മെയിനായിട്ട് നമ്മുടെ ഗലാക്ടസിൻ്റെ ഹെറാൾഡായിട്ട് ഉണ്ടാവുക. പക്ഷേ ഇതൊരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മുടെ ഫീമെയിൽ സിൽവർ സർഫറിനെ ഇറക്കിയിരിക്കുന്നത്. ഇനി നോറിൻ റോഡും ഷാലാബലും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതായത് ടെക്നിക്കലി എർത്ത് 616 നമ്മുടെ നോറിൻ റോഡ്, നമ്മുടെ മാർവൽ യൂണിവേഴ്സിൽ ഈ നോറിൻ റോഡും ഷാലാബലും അവരുടെ പ്ലാനറ്റിൽ സന്തോഷമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഗലാക്ടസ് അവരുടെ പ്ലാനറ്റ് നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അവരുടെ പ്ലാനറ്റിനെയും പുള്ളിയുടെ വൈഫിനെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോറിൻ റോഡ് പുള്ളിനെ തന്നെ ഗലാക്ടസിന് സാക്രിഫൈസ് ചെയ്തിട്ട് എന്നെ നിൻ്റെ ഹെറാൾഡ് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നത്. ഈ ഒരു നോർമൽ സിൽവർ സർഫറിൻ്റെ കഥ ഈ ഒരു യൂണിവേഴ്സിൽ ചിലപ്പോൾ മാറ്റി മറിച്ചിട്ടുണ്ടാവും. അതായത് ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ നോറിൻ റോഡിന് പകരം പുള്ളിയുടെ ഹസ്ബൻഡിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വൈഫ് ഷാലാബൽ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അങ്ങനെയായിരിക്കും പുള്ളിക്കാർത്തി സിൽവർ സർഫറായിട്ട് മാറുന്നു. പക്ഷേ എന്നിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മൊത്തം ആ യൂണിവേഴ്സ് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഗലാക്ടസ് വരുന്നത്. അതിനെ തടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ശ്രമിക്കുന്നതും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരതിൽ ഫെയിൽ ആയെന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ എൻഡിങ് ആയിരിക്കും നമ്മുടെ തണ്ടർബോൾട്സ് പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടിട്ടുള്ളത്. അതായത് ഫാന്റാസ്റ്റിക് ഫോർ അവരുടെ ഷിപ്പിൽ നമ്മുടെ എർത്ത് 616 എൻ്ററായി കഴിഞ്ഞു. ഉറപ്പായിട്ടും ആ ഒരു ടൈമിൽ, ഗലാക്ടസിൻ്റെ അറ്റാക്ക് നടക്കുന്ന ടൈമിൽ നമ്മുടെ റീഡ് റിച്ചർഡ്സ് മൾട്ടിവേഴ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പോർട്ടലോ എന്തെങ്കിലും ഒരു ഡിവൈസോ കണ്ടുപിടിക്കുന്ന ഒരു റിസർച്ചിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവാം. ഈ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിനെ വാൺ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കോ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം പുള്ളി അത് ചിലപ്പോൾ കണ്ടുപിടിക്കുന്നതോ ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്നതോ തന്നെ. പക്ഷേ എന്നാലും അവിടെയുള്ള വേറൊരു ചോദ്യമാണ്, അതായത് എന്തിന് ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ യൂണിവേഴ്സോ അല്ലെങ്കിൽ അവരുടെ എർത്തോ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു? കാരണം പുള്ളിക്ക് ആ എർത്തിനെ നശിപ്പിച്ച് അതിൻ്റെ എനർജി അബ്സോർബ് ചെയ്യാനാണെങ്കിൽ പുള്ളിക്ക് വലുതായിട്ട് ലഡ് പോലെ ജസ്റ്റ് ആ എർത്ത് വായിലിട്ടിട്ട് പോയാൽ മതി. പക്ഷേ എന്തുകൊണ്ട് പുള്ളി നോർമൽ ഒരു ചെറിയ സൈസായി ഒരു ഡൈനോസർ സൈസായിട്ട് വന്നിട്ട് ആ സിറ്റി കൂടിയൊക്കെ ഇറങ്ങി നടക്കുന്നത്? അതും പ്രത്യേകിച്ച് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ബാക്സ്റ്റർ ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ പുള്ളി എന്തിനു വരണം? അവിടെയാണ് വേറൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം മാർവലിൽ തന്നെ ഒഫീഷ്യൽ ഫങ്കോ പോപ്സ് റിലീസ് ചെയ്യുന്നവർ ഇത് ഓൾറെഡി കൺഫേംഡ് ആയിട്ട് ആ ക്യാരക്ടറിൻ്റെ ഫങ്കോ പോപ്സ് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ആണ്. അതായത് ഒരു ചെറിയ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്, ഒരു കുഞ്ഞുവാവയായിട്ട്. അതായത് ട്രെയിലറിൽ നമ്മുടെ സൂസൻ സ്റ്റോം ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ളതുപോലെ കാണിച്ചിട്ടുണ്ടാവും. ഈ പടത്തിൽ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് എന്തായാലും ജനിക്കും. അതാണ് ഇപ്പോൾ ഈ ഫങ്കോ പോപ്സ് മൂലം കൺഫേം ചെയ്തിട്ടുള്ള കാര്യം. ഇത് ഒഫീഷ്യലാണേ. ഈ പുളി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആണ്. അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പോക്കറ്റ് യൂണിവേഴ്സൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഒരു കുരുട്ടാണത്. ഈ ചെറുക്കന് സീക്രട്ട് വാർസിൽ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മുടെ സീക്രട്ട് വാർസ് കോമിക്കിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ആ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ പുള്ളിയുടെ ഹെറാൾഡാക്കി മാറ്റാനായിരിക്കണം, അല്ലെങ്കിൽ ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിൻ്റെ തന്നെ എനർജി അബ്സോർബ് ചെയ്യാനായിരിക്കണം നമ്മുടെ ഗലാക്ടസ് അങ്ങോട്ട് വരുന്നത് തന്നെ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുറച്ച് റൂമേഴ്സൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഡോക്ടർ ഡൂമിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ടീസ് ചിലപ്പോൾ ഈ ഫാന്റാസ്റ്റിക് ഫോർ പടത്തിൽ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡോക്ടർ ഡൂം എന്ന് പറയുന്നത് തന്നെ മെയിനായിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ വില്ലനാണ്. ഇപ്പോൾ ഓൾറെഡി ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഫാന്റാസ്റ്റിക് ഫോറിന് പവേഴ്സ് കിട്ടി 4 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. അതായത് 4 വർഷത്തോളം അവർ അവരുടെ നാട്ടിലെ അവഞ്ചേഴ്സിനെ പോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ മാത്രമാണ് ആ യൂണിവേഴ്സിലുള്ള മെയിനായിട്ടുള്ള ഹീറോസ്. ചിലപ്പോൾ ആ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അവരുടെ യൂണിവേഴ്സിലെ ഒരു ഡോക്ടർ ഡൂമിനെയൊക്കെ ചിലപ്പോൾ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. ഇനി ആർക്കറിയാം, ഈ മെയിനായിട്ട് വരാൻ പോകുന്ന ഡോക്ടർ ഡൂം തന്നെ ഈ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിലാണെന്ന് ആർക്കറിയാം. ഒരു പക്ഷേ സൂസൻ സ്റ്റോമിൻ്റെ ആ പ്രഗ്നൻസി ആയിരിക്കും നമ്മുടെ ഗലാക്ടസിന് ആ വേൾഡ് തന്നെ ചിലപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡൂംസ്ഡേയുടെ ഇപ്പോൾ ലീക്കായിരിക്കുന്ന കുറച്ച് സെറ്റ് പിക്സിലൊക്കെ ഒരു ഫൈറ്റ് സീക്വൻസ് നമ്മുടെ ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ നടക്കുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി ആ കൊച്ചു ക്യാരക്ടറിനെ റിവീലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിന് എന്തായാലും ഇതിൽ മെയിൻ റോൾ ഉണ്ടെന്ന് എന്തായാലും മനസ്സിലായി. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മൊത്തം ടീം തന്നെ ഡൂംസ്ഡേ പടത്തിൽ എന്തായാലും ഉണ്ടെന്ന് കൺഫേംഡ് ആയി കഴിഞ്ഞു കാസ്റ്റ് ലിസ്റ്റിൽ തന്നെ. ഈ പടത്തിൽ തന്നെ നമ്മുടെ ഈ തണ്ടർബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ അവരുടെ ഷിപ്പ് വരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തായാലും നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടാവും. പക്ഷേ അതിൽ ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ഉണ്ടാവും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉണ്ടാവാനാണ് ചാൻസ്. ഈ ചെറുക്കൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗലാക്ടസ് ആണ് എല്ലാവരും ഹെറാൾഡാക്കി മാറ്റാറ്. പക്ഷേ ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ഗലാക്ടസിനെ തന്നെ പുള്ളിയുടെ ഹെറാൾഡാക്കി മാറ്റിയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും സൂപ്പർ ഡ്യൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇവർ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ആ പവേഴ്സിന് കറക്റ്റായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഇവർ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും അപ്പോഴും അവൻ സൂപ്പർ ഓവർ പവർഡ് തന്നെയാണ്. അതൊക്കെ എങ്ങനെ കാണിക്കാൻ പോകുന്നു പടം കണ്ടാലേ നമുക്കറിയുള്ളൂ. ഈ എന്തോന്ന് സെൻട്രിയുടെ 10 സെൻട്രിനെ ഒരുമിച്ച് തിന്നാൻ വേണ്ടി പവർഫുള്ളാണ് ആ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് എന്ന് ചിലപ്പോൾ പറയാൻ വേണ്ടി ചാൻസ് ഒക്കെ ഉണ്ട് പടത്തിൽ. ഇനി എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സ് ആണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടന്റ് അറിയാം. പിന്നെ ഇനിയും ഇതേപോലുള്ള അപ്ഡേറ്റ്സൊക്കെ കൃത്യമായിട്ട് ടൈമിന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.